ബിഗ് ബോ സീസൺ 7 മത്സരം തുടങ്ങിയിട്ട് ഏകദേശം 5 ദിവസത്തോളം പിന്നിടുകയാണ്. ശനിയാഴ്ചയാണ് ലാലേട്ടൻ വരുന്നത്. ലാലേട്ടൻ വരുമ്പോൾ ആര് പുറത്തു പോകുന്നു എന്നുള്ളതാണ് നമ്മളിനി നോക്കിക്കാണുന്നത്. ഇനി ആരെങ്കിലും പുറത്ത് വിടത്തില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. പല മത്സരാർത്ഥികളും എന്താ വിനോദസഞ്ചാരത്തിന് വന്ന പോലെ അവിടെ നിന്ന് കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പലരും അവരുടെ കണ്ടൻറ്റൊന്നും കൊടുക്കാതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പല മത്സരാർത്ഥികൾ, എനിക്ക് തോന്നുന്നു 8ഓളം മത്സരാർത്ഥികൾ ഈ പ്രാവശ്യം നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതെല്ലാവരും തന്നെ 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഇതിനർഹരാണ് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പലരുണ്ട്. അതിൽ അനു ഉണ്ട്. അനു ഇപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് മാറുന്നുണ്ട്. പലപ്പോഴും രേണുസുധിയുമായിട്ട് 1ാം സ്ഥാനത്തിന് വേണ്ടി അനുവും രേണുസുധിയും തമ്മിൽ ശക്തമായ ഫൈറ്റാണ് നടക്കുന്നത്. പലപ്പോഴും രേണുസുധി 1ാം സ്ഥാനത്ത് മാറുമെങ്കിലും അനു അത് തിരിച്ചു പിടിക്കുന്നുണ്ട്. അനു തന്നെ 1ാം സ്ഥാനത്ത് തുടരാനാണ് സാധ്യത. മറ്റൊരു മത്സരാർത്ഥിയാണ് രേണുസുധി. രേണുസുധി പുറത്ത് വളരെ നെഗറ്റീവുള്ള മത്സരാർത്ഥിയാണെങ്കിലും വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ അതൊന്നും കാട്ടുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ആശ്വാസകരമായ കാര്യം. രേണുസുധിക്ക് മികച്ച വോട്ടിങ്ങുമായി 2ാം സ്ഥാനത്ത് നിൽക്കുന്നു. മറ്റൊരു മത്സരാർത്ഥിയായി ജിഫേൽ 3ാം സ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആദ്യ സമയത്ത് ആരിനേക്കാൾ താഴെയായിരുന്നു ജിഫേലിൻ്റെ സ്ഥാനമെങ്കിൽ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ജിഫേൽ ഒറ്റ ദിവസത്തെ പ്രകടനം കൊണ്ട് ഈ 3ാം സ്ഥാനം തിരിച്ചു പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ജിഫേൽ അത് തുടരാൻ തന്നെയാണ് സാധ്യത. മറ്റൊരു മത്സരാർത്ഥിയായ ആര്യൻ, വലിയ കണ്ടൻറ്റൊന്നും കൊടുക്കാൻ ആര്യന് കഴിയുന്നില്ലെങ്കിലും ഗെയിമിൻ്റെ കാര്യത്തിൽ ആര്യൻ മികച്ച രീതി കളിക്കുന്നുണ്ട്. അത് ആര്യന് സപ്പോർട്ട് കൂട്ടുന്നുമുണ്ട്. ഏതായാലും വളരെ നന്നായി കളിക്കണം എന്ന് തന്നെ തോന്നുന്നു. പിന്നെ ശൈത്യ സന്തോഷിനെ സംബന്ധിച്ച് ഒരു കണ്ടൻറ്റും കൊടുക്കാത്ത ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ശൈത്യ 5ാം സ്ഥാനം നിലനിർത്തുന്നുണ്ട്. മറ്റൊരു വ്യക്തിയായ ശാരിക ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്, കണ്ടൻറ്റുമൊക്കെ ആയിട്ട് വന്നു പോകുന്നുണ്ടെങ്കിലും ശാരിക 6ാം സ്ഥാനത്ത് നിൽക്കുന്നു. 7ാം സ്ഥാനത്ത് നമ്മുടെ മുൻഷി രഞ്ജിത്ത് എനിക്ക് തോന്നുന്നു ഈ മത്സരാർത്ഥികൾ, ഈ പേരുകാരിലേക്ക് ഒരു കണ്ടൻറ്റും കൊടുക്കാത്ത ഒരു മത്സരാർത്ഥിയായിട്ട് മുൻഷി മാറിയിട്ടുണ്ട്. കാരണം അവിടെ അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും തപ്പി നോക്കേണ്ട അവസ്ഥയാണ് കാണുന്നത്. മറ്റുള്ളവരോടൊപ്പം നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. മറ്റൊരു മത്സരാർത്ഥിയാണ് നെവിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ സ്ഥാനത്ത് നിൽക്കുന്ന നെവിനാണെങ്കിലും ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയൊക്കെ ക്യാമറ ഫോക്കസ് നെവിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഒരു മൈൻഡ് ഗെയിം നിവിൻ കളിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും നിവിൻ തന്നെ പുറത്തു പോകാനാണ് ഇപ്പോഴത്തെ രീതിയിലുള്ള സാധ്യത.